ടിറാനോസോറസ് റെക്സ് എന്ന ഭീമൻ ദിനോസറിന് എന്തുകൊണ്ടാണ് ഇത്ര ചെറുകൈകൾ ഉണ്ടായിരുന്നതെന്ന ചോദ്യത്തിന് ശാസ്ത്രജ്ഞർ പുതിയ വിശദീകരണം കണ്ടെത്തിയതായി പഠനം. 2026 മെയ് മാസത്തിൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ടീറെക്സിന്റെ കൈകൾ ചെറുതായത് ഒരു പരിണാമപരമായ വിട്ടുവീഴ്ച മൂലമാണ്. 80ലേറെ മാംസഭോജി ദിനോസർ ഇനങ്ങളെ പഠിച്ച ഗവേഷകർ വലിയതും ശക്തവുമായ തലയോട്ടി വികസിച്ച ദിനോസറുകളിൽ മുൻകൈകൾ ചെറുതാകുന്ന പ്രവണത കണ്ടതായി വ്യക്തമാക്കി. വമ്പനിരകളെ ആക്രമണിക്കുമ്പോൾ കൈകളേക്കാൾ തലയും വായും കൂടുതൽ പ്രയോജനകരമായതിനാൽ കാലക്രമേണ കൈകളുടെ പ്രാധാന്യം കുറഞ്ഞുവെന്നാണ് പഠനം പറയുന്നത്. എന്നിരുന്നാലും ടീറെക്സിന്റെ കൈകൾ പൂർണ്ണമായും ഉപയോഗശൂന്യമല്ലായിരുന്നുവെന്നും അവയ്ക്ക് ചില പ്രത്യേക ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. ടീറെക്സ് ഉൾപ്പെടെയുള്ള മാംസഭുക്കുകളായ ദിനോസറുകളുടെ തലയോട്ടിയും താടിയെല്ലും കാലക്രമേണ കൂടുതൽ ശക്തവും വലിപ്പമേറിയതുമായി മാറി. വലിയ ഇരകളെ വേട്ടയാടാൻ അവ കൈകൾക്ക് പകരം തങ്ങളുടെ മാരകമായ താടിയെല്ലുകളെയാണ് പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. തല കൂടുതൽ ശക്തമായപ്പോൾ കൈകളുടെ ഉപയോഗം കുറഞ്ഞു. ശരീരം വളരാനും നിലനിൽക്കാനുമുള്ള ഊർജവും പോഷകങ്ങളും കൈകൾക്ക് പകരം തലയുടെയും താടിയെല്ലുകളുടെയും വളർച്ചയ്ക്കായി ശരീരം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ തലയോട്ടി കൂടുതൽ ശക്തമായപ്പോൾ കൈകളുടെ വലിപ്പം ക്രമേണ കുറഞ്ഞുവന്നു. ഇതിനു മുൻപും ടീറെക്സിന്റെ കുഞ്ഞൻ കൈകളെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും വന്നിട്ടുണ്ട്. പല ടീറെക്സുകൾ ഒരുമിച്ചുകൂടി ഇരയെ കടിച്ചു കീറി തിന്നുമ്പോൾ അബദ്ധത്തിൽ മറ്റ് ദിനോസറുകളുടെ കടിയേറ്റ് കൈകൾ നഷ്ടപ്പെടാതിരിക്കാൻ പരിണാമം വഴി കൈകൾ ചെറുതായതാണെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു. തികച്ചും ഉപയോഗശൂന്യമായതിനാൽ കാലക്രമേണ വലിപ്പം കുറഞ്ഞുപോയതാണെന്നും കരുതപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ പഠനത്തോടെ വലിയ ഇരകളെ വേട്ടയാടാൻ ഭീമാകാരമായ തലയും ശക്തമായ കടിക്കാനുള്ള ശേഷിയും വികസിപ്പിച്ചെടുത്തതിന്റെ പാർശ്വഫലമായാണ് കൈകൾ ചെറുതായതെന്ന നിഗമനത്തിന് കൂടുതൽ ശാസ്ത്രീയ അടിത്തറ ലഭിച്ചിരിക്കുകയാണ്.